കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച് മന്ത്രി വി ശിവൻകുട്ടി. മന്ത്രിയെ പ്രകോപിപ്പിച്ചത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രം വെച്ചതാണ്. ഗവർണർക്ക് അഹങ്കാരമെന്ന് ശിവൻകുട്ടി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ശക്തമായ രാഷ്ട്രീയ നിലപാടാണ്. ഒരു കാരണവശാലും ഞങ്ങളിത് അംഗീകരിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾ മഹാത്മാഗാന്ധിയുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടം വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ശക്തിയായി പ്രതിഷേധിക്കുന്നു. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഭരണഘടനയാണ് നമ്മുടെ എല്ലാം നട്ടിലെന്ന് പറയുന്നത്. മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല. അത് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ ഈ രാഷ്ട്രീയ നിലപാടിലും നടപടിയിലും പ്രതിഷേധിച്ച് ഈ സമ്മേളനത്തിൽ നിന്ന് വാക്കൌട്ട് നടത്തി പോവുകയാണ് എന്ന് പറഞ്ഞറിയിപ്പോൾ. പൊതുപരിപാടികൾ RSS പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് തെറ്റെന്ന് മന്ത്രി പി രാജീവ്. രാജ്ഭവൻ ഭരണഘടനാ കേന്ദ്രമാണ്, ഗവർണർ നിലപാട് തിരുത്തണമെന്നും പി രാജീവ് ആവശ്യപ്പെട്ടു. അത് തെറ്റായ സംഗതിയാണ്. കാരണം രാജ്ഭവൻ ഇപ്പോൾ മുഖ്യമന്ത്രി രാഷ്ട്രീയം ഉണ്ടാവും, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും, ഗവൺമെന്റിന് രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷെ നമ്മളൊരു ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ഔദ്യോഗിക ചടങ്ങുകൾക്കനുസരിച്ച് നമുക്ക് നിലപാട് സ്വീകരിക്കാൻ പാടുള്ളൂ. അദ്ദേഹം അത് തിരുത്തേണ്ടതാണ്. ഭരണഘടനാപരമായി പദവിയിലിരിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കാനായിട്ട് ഗവർണർ തയ്യാറാകേണ്ടതുണ്ട്. ചടങ്ങുകളിൽ നിന്ന് ഭാരതമാതാവിനെ ഒഴിവാക്കില്ലെന്ന് രാജ്ഭവൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ രാജാണ് ചേരുന്നത്. അർജുൻ, എന്തായാലും വലിയ വിവാദത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ഭാരതാംബ വിഷയം. ഇന്നത്തെ ഈ ഒരു സംഭവത്തോടുകൂടി ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു രാജ്ഭവനെ ശാഖ പോലെ ആക്കി മാറ്റരുത് എന്ന വിമർശനമായിരുന്നു മുഖ്യമന്ത്രി ഉന്നയിച്ചത്. ഇന്നിപ്പോൾ പൊതുപരിപാടികളിലേക്ക് കൂടി ഭാരതാംബയെ കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി സർക്കാരിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അടക്കമുള്ള ആളുകളെ വെല്ലുവിളിക്കുന്നു. അതിൽ വലിയ തരത്തിലുള്ള പ്രതികരണങ്ങളും മന്ത്രിമാരുടെ അടക്കം ഭാഗത്തു നിന്ന് വരുന്നു. ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്? സ്വാതി പറഞ്ഞത് തന്നെയാണ്. അതായത് ഗവർണർക്കെതിരെ ഇന്നലെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. RSSന്റെ ശാഖ പോലെ തരം താഴ്ത്തരുത് രാജ്ഭവനെ എന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ വിമർശിച്ചത്. ആ കടുത്ത വിമർശനത്തിന് അതേ രീതിയിലുള്ളൊരു മറുപടി ഗവർണറുടെ ഭാഗത്തുനിന്ന് ഇന്ന് ഉണ്ടായിരിക്കുകയാണ്. രാജ്ഭവനിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അവാർഡ് വിതരണമായിരുന്നു ഇന്നത്തെ പരിപാടി. രാജ്ഭവൻ സംഘടിപ്പിച്ച പരിപാടിക്കകത്ത് അധ്യക്ഷനായി നിയോഗിച്ചിരുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു. അവാർഡ് വിതരണം ചെയ്യുന്ന ചടങ്ങാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നടത്തേണ്ടിയിരുന്നത്. പക്ഷേ ആ പരിപാടിക്കകത്ത് ഏതെങ്കിലും തരത്തിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കുമെന്ന് ആ നോട്ടീസിൽ അച്ചടിച്ചിരുന്നില്ല. ദീപം തെളിയിക്കലും പ്രാർത്ഥനയും അതിനുശേഷം അധ്യക്ഷ പ്രസംഗം എന്നിങ്ങനെയാണ് നോട്ടീസിൽ അച്ചടിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആ പരിപാടിക്കകത്ത് രാജ്ഭവനിൽ എത്തിയപ്പോൾ കണ്ടത്. ആ ഭാരതാംബയുടെ ചിത്രത്തിൽ ദീപം തെളിയിക്കുന്ന ഗവർണറെയാണ്. അതിനുശേഷം പ്രാർത്ഥിച്ചാണ് ആ ചടങ്ങ് തുടങ്ങുന്നത്. ആ ഘട്ടത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു എതിർപ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചത്. അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിൽ 3 വാചകങ്ങളോട് കൂടി ആ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തു. അത് ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഭരണഘടനയാണ് അതിൻ്റെ നട്ടെല്ല്, മറ്റൊരു രാഷ്ട്രസങ്കല്പവും അംഗീകരിക്കാൻ കഴിയില്ല, അതിനതീതമല്ല എന്നാണ് ശിവൻകുട്ടി ആ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞത്. അക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ നിലപാടിൽ ഗവർണറുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ പരിപാടി ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചെയ്തത്. നേരത്തെ കൃഷി മന്ത്രി പി പ്രസാദും ഇതിന് സമാനമായി ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ആ പരിപാടി ഗവർണർ രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി ബഹിഷ്കരിച്ചിരുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചുമതലയേറ്റതിന് ശേഷം സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റവും വലിയൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണെന്ന് പറയേണ്ടി വരും. കാരണം ഏതെങ്കിലും തരത്തിൽ സർക്കാർ പ്രതിനിധി ഒരു മന്ത്രിയോ ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ പോലും RSS പറയുന്ന അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കാത്ത ഇത്തരത്തിലുള്ള ചിത്രം പ്രദർശിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതുമായി മുന്നോട്ട് പോകുമെന്ന നിലപാട് ഗവർണർ സ്വീകരിച്ചു കഴിഞ്ഞു. അതാണ് ഇന്നും കണ്ടത്. അതായത് മന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിക്കകത്ത്, മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു പരിപാടിക്കകത്ത് പോലും ഇത്തരത്തിൽ RSS അല്ലെങ്കിൽ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഭാരതാംബയുടെ ചിത്രം ആ രാജ്ഭവനിൽ പ്രദർശിപ്പിച്ചു. അതിൽ ദീപം തെളിയിച്ചുകൊണ്ട് ആ പരിപാടി തുടങ്ങുകയും ചെയ്തു. അത് സർക്കാരിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് ഗവർണർ കണ്ടിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ
ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഔദ്യോഗിക പരിപാടികളിൽ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കില്ല എന്ന് രാജ്ഭവൻ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, സർക്കാരിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ പോലും ഇത് തുടരുമെന്നുള്ള നിലപാടാണ് രാജ്ഭവൻ നൽകിയത്. അതിന് തക്ക മറുപടി വിദ്യാഭ്യാസ മന്ത്രിയും നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ആ പരിപാടി ബഹിഷ്കരിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോരുകയും ചെയ്തു. ഇത് അസാധാരണമായി, നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനുമായി ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടൽ പോലെ അസാധാരണമായൊരു സർക്കാർ ഗവർണർ പോരിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇത്തരത്തിൽ ഇനി ശേഷവും മറ്റ് പരിപാടികളിലൊക്കെ ഗവർണർ ഇതേ രീതി സ്വീകരിച്ചു കഴിഞ്ഞാൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ പരിപാടി വീണ്ടും ഗവർണർ സർക്കാർ വാക്പോരിലേക്ക് അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഏറ്റുമുട്ടലിലേക്ക് ഈ ഭാരതാംബ വിഷയം പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവാദം.